പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഞാൻ വരുന്നത് വല്ല നല്ല കാര്യവും പറയാനാണെന്ന്. അങ്ങനെയുള്ള ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം ഞാൻ കാണുന്ന തിന്മ, നന്മയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. തിന്മ ഞാൻ വിളിച്ചു പറയും. തിന്മയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. അറിയാമോ? അറിയാമെങ്കിൽ പറഞ്ഞാൽ ഇന്നത്തെ പുരോഹിത വർഗത്തിലും അറിയത്തില്ല തിന്മ എന്താണെന്ന്. എന്നാ പറഞ്ഞുതരാം. പ്രിയ സഹോദരങ്ങളെ, പുത്തങ്കാവിൽ അന്ത്രയോസ് ബാബയുടെ പെരുന്നാൾ നടക്കുവാൻ പോവുകയാണ്. പഴയ കാലങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ലോകത്തിൽ ഞാൻ പറഞ്ഞുതരാം. പുത്തങ്കാവിടേക്ക് നാട് നീളെ കൊടിമരങ്ങളുണ്ട്. ഏതൊക്കെ ഇതുണ്ടെങ്കിൽ അവിടെ എല്ലാം കൊടിമരങ്ങൾ. രണ്ട് സ്റ്റീൽ പൈപ്പ് മേടിച്ച് അതൊരു കൊടിമരമാക്കിയാൽ പോലെ നഷ്ടമൊന്നുമില്ല. അവിടെ എല്ലാം കുനിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളുടെ ഓട്ടോ സഭയിലെ ആൾക്കാർ. വേണ്ട, അതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇന്ന് ഞാൻ വെറുതെ വെളിയിറങ്ങിയതല്ല. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി വെളിയിലോട്ടിറങ്ങിയപ്പോൾ ജംഗ്ഷൻ ചെന്നപ്പോൾ ഞങ്ങളുടെ പല്ലശ്ശേരി ജംഗ്ഷനിൽ ഒരു കുരിശുത്തൊട്ടിയുണ്ട്. അവിടെ ചെണ്ടമേളം വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പഴയ നല്ലവനായ, അതായത് ബാവായുടെ താങ്ങി പുരോഹിതൻ അവിടെ ഒരു കാറിലിരിക്കുന്ന മനുഷ്യന്മാർ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഓരോന്നും ആര് ചോദിച്ചാലും പറഞ്ഞാലും ഞാനത് പോയി നോക്കി കാണും. അപ്പോൾ കാറിനകത്ത് ഒരാളെ ഇരിപ്പുള്ളൂ. ഈ ധർമ്മനായ പുരോഹിതൻ അയാളുമായിട്ട് സംസാരിക്കുന്നത് ഏതൊക്കെയോ. ഞാൻ അയാളെന്നെ വണ്ടിക്കകത്ത് നിന്ന് ആളെന്ന് നോക്കിയപ്പോൾ ഞാൻ കൈ കാണിച്ച് ഞാനങ്ങ് പോയി, എൻ്റെ കാര്യത്തിൽ പോയി. തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച, ആ കുരിശുത്തൊട്ടിയുടെ മുന്നിൽ റോഡിൽ ഒരു 4-5 ചെണ്ടമേളക്കാർ ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഇവിടെയൊക്കെ ആരോടൊക്കെ നിൽപ്പുണ്ട്. അതിലൊരുത്തിൻ്റെ കയ്യിലൊരു കൊടിയുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം. ഏതവനും ആഗ്രഹിക്കാത്ത കൈ കിട്ടിയാൽ ഇല്ലാത്ത രീതിയിൽ പ്രഘോഷിക്കും. ഇവനൊക്കെ പഴയത് മറന്നുപോകും. അപ്പോൾ കുറേ 2-3 വിശ്വാസികൾ വേർത്ത് കൊടിയും പിടിച്ചുകൊണ്ട്, കൊടി കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 3-4 പേര് കൂടി ആ കുരിശുത്തൊട്ടി മുന്നേ കൂടെ കയറി വലത്തൂടെ കയറി എടുത്തുടങ്ങി വന്ന് അവിടെ എന്തൊക്കെയോ കാണിച്ചിട്ട് ഇറങ്ങി വരുന്നു. അപ്പോഴും അവിടെ കാഴ്ചക്കാരനായ ഒരാളുണ്ടായിരുന്നു. നേരത്തെ പുരോഹിതന്മാരുടെ താങ്ങി നടന്ന് കാര്യം സാധിച്ച ഒരാൾ. ഇപ്പോൾ എൻ്റെ കാര്യം സാധിച്ചു, എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി അവൻ അവിടെ കൈതി കൊടുത്ത് മാറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് മക്കളെ നമ്മൾ കാണുകയൊക്കെ ചെയ്ത്. ഇന്ന് ദൈവത്തെ എന്നും പറഞ്ഞ്, ദൈവത്തിൻ്റെ പേരെന്നും പറഞ്ഞ് ഓടി നടന്ന് എല്ലായിടത്തും നടക്കുന്ന ഇവനൊക്കെ ഏതവനുണ്ടായിരുന്നു. ഒരു കാലത്ത് ഞാൻ കണ്ടുപിടിക്കാൻ രാവിലെ എൻ്റെ ബുള്ളറ്റിൽ പോകുമ്പോൾ കൈ കാണിച്ച് എൻ്റെ ബുള്ളറ്റിൻ്റെ പുറകെ കയറി വഴി ഇറങ്ങിയിട്ടുള്ള മനുഷ്യൻ. അവന് അന്ന് കായംകുളം താപനിലത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നവനാ. അവന് സമയത്തിന് ചെല്ലം പോയിട്ടുള്ളവൻ. ഇന്ന് അവൻ ഗൾഫിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പം അവൻ ആളിനെ അറിയത്തില്ല. ഇപ്പോൾ ആത്മീയമാണ്. അതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണെന്ന് ഞാൻ അന്വേഷിക്കാൻ പോയില്ല. ഞാൻ അന്വേഷിക്കും. ഇതാണ് ഇന്നത്തെ കാലം. ഇവരെ ഈ കൊടിയും പിടിച്ചുകൊണ്ട് കുരിശിൻ്റെ വലത്തുറക്കേറി അടുത്തുറക്കേറി കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഓർമ്മയുണ്ട്. അതായത്
നമ്മൾ കോഴിയെ മേടിക്കുമ്പോൾ അതിനെ അടുപ്പിൽ ഒഴിഞ്ഞ പഴയ അമ്മമാർ വെളിവെടുത്തോളും, പിന്നെ അതൊക്കെ പോകത്തില്ല. അതല്ലെങ്കിൽ തന്നെയും നമ്മൾ ഇപ്പം എന്തെങ്കിലും ചെയ്യുകയോ കാണുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കണ്ട് അവരുടെ മനസ്സിൽ എന്തെങ്കിലും കണ്ണും ദോഷമോ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ആരുടെ അടുത്തെങ്കിലും പോയി പറയും. അത് ഓതി എന്തെങ്കിലും തരുന്നവരുണ്ട്. അവർ ഓതി തരുന്നത് നമ്മൾ അടുപ്പിന് ചുറ്റും ഒഴിഞ്ഞിട്ട് അടുപ്പിനകത്ത് എന്ന് പറഞ്ഞ് ഒരാളിത് സംഭവിച്ചത് പെരളശ്ശേരിൽ കോടി ഇന്ന് ഈ പുരോഹിതവർക്ക് എവിടെ പോയി? ഇത് മുമ്പെല്ലാം ഞായറാഴ്ച ഈ കുർബാന കഴിഞ്ഞിട്ട് ഏത് സമയത്താണെങ്കിലും ഏത് കൊടിമരത്തിന് ചുവട്ടിലാണെങ്കിലും എല്ലാ അവന്മാരും എല്ലാം മറ്റേത് ധരിച്ചുകൊണ്ട് വന്നു നിന്ന് കുർബാന തന്നെ അർപ്പിച്ച് വെച്ചാൽ കൊടി ഉയർത്തുന്നത്. ഇന്ന് ഇവന്മാരിലൂടെ പോയി. കാരണം ഇപ്പോൾ പുത്തിക്കാവിലെ വികാരി ആയിരുന്നറിയോ? കാതോലിക്കാട് താങ്ങിയാണ്. ഈ താങ്ങി എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാമോ? നമ്മൾ താങ്ങി എന്ന് പൊക്കിയിട്ടുള്ള ചുമട് താങ്ങി എന്നുള്ളതിനെ കുറിച്ചാണ്. പഴയ കാലത്ത് നമുക്ക് ആ വഴിയിൽ ആരെങ്കിലും ചുമടും കൊണ്ടുവരുന്നവൻ പെടലി കഴിക്കുമ്പോൾ ആ ചുമട് എടുത്ത് വെക്കാനായിട്ടൊരു ചുമട് താങ്ങി പല സ്ഥലങ്ങളും കാണും. അതുപോലെ ബാബയുടെ ഭാരം താങ്ങാനായിട്ട് ചില താങ്ങികളുണ്ട്. അതിലൊരാൾ ഞങ്ങളുടെ വികാരി, അവൻ ഇതിനോട് സമയമില്ല, അവന് മറ്റിടത്ത് ഭാരം കൂടുതൽ, അത് താങ്ങിക്കൊടുത്തത് വലിയ പ്രയാസം. അതുകൊണ്ട് നിങ്ങൾ ഈ ഡ്രാമ ഒക്കെ കാണുകയും നാൾ കഴിയും തോറും ഓരോ ഡ്രാമകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് കാണുകയും കേൾക്കുകയും ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അതുപോലെ സംഭവിക്കുന്നുണ്ട്. ഞാൻ പ്രവാചകനോ മുന്നായിട്ടൊന്നും പറയാനോ പ്രവചിക്കാനോ അറിയാവുന്നവനല്ല. എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ വിളിച്ചു പറയും. ഇന്നിവരാരും എന്നോട് ചോദിക്കത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് ദേവാലയത്തിന് മുന്നിലുള്ള കൊടിമരത്തേൻ കൊടി ഉയർത്തുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞതാ, പുരോഹിതന് അംശവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ധൂപക്കുറ്റി വീശുന്ന ശുശ്രൂഷക്കാരൻ, സെക്രട്ടറി, ട്രസ്റ്റി, എല്ലാവരും പിന്നെ വിശ്വാസികൾ കൈയും കൂപ്പി ഇന്ന് പ്രാർത്ഥിക്കുക. അവിടെ ഒരു ശരിയായ കുർബാന നടത്തുക പുരോഹിതൻ. എന്നിട്ട് പുരോഹിതൻ ഈ കൊടിയുടെ ചരനെ പിടിച്ച് വലിക്കുമ്പോൾ സെക്രട്ടറി കൊടിയുടെ വാര പിടിക്കുന്നു, ട്രസ്റ്റി മറ്റേ വാരെ പിടിക്കുന്നു, കുരുങ്ങാനിക്കാൻ നോക്കുന്നു. ഒടുവിൽ ഇവർ തന്നെ കുരുങ്ങും എന്ന് ഞാൻ പറയുകയാണ്.